ഒരു സസ്പെൻഷന്റെ പ്രധാന ജോലി വാഹനത്തിന് റോഡുമായിട്ടുള്ള കോൺടാക്ട് നിലനിർത്തിക്കൊണ്ട് മാക്സിമം ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ചില സമയങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും. അങ്ങനെ ഒരു തരം അഡ്ജസ്റ്റ്മെന്റാണ് സാഗ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വാഹനത്തിന് സാഗ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹീറോ എക്സ്പ്രസ് 200 ആണ്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ബാക്കിലെ മോണോഷോക്കിന് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിലെ മോണോഷോക്കിൽ എങ്ങനെ നമുക്ക് സാഗ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് സാഗ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. സാഗ് എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷനിൽ ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം സസ്പെൻഷൻ കംപ്രസ് ആവുന്നുണ്ടെന്നുള്ളൊരു മെഷറാണ് സാഗ്. രണ്ട് ടൈപ്പ് സാഗാണുള്ളത്. ഒന്ന് ഫ്രീ സാഗ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ വെയിറ്റ് കൊണ്ട് മാത്രം എത്രമാത്രം കംപ്രസ് ആവുന്നുണ്ട് എന്നുള്ളൊരു മെഷറാണ്. രണ്ടാമത്തെയാണ് റൈഡർ സാഗ്. ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് റൈഡറും പില്ലണും ലഗേജും കൂടി വരുമ്പോൾ ഉള്ള എത്രമാത്രം കംപ്രഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് എന്തിനാണ് സാഗ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു മാനുഫാക്ചർ ബൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു മീഡിയം വെയിറ്റ് ഉള്ള ഒരു റൈഡറെ മനസ്സിൽ കണ്ടായിരിക്കും സാഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെയിറ്റിനനുസരിച്ച് സാഗ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ബെറ്റർ റൈഡ് ക്വാളിറ്റിയും ബെറ്റർ ഹാൻഡിലും നമുക്ക് കിട്ടില്ല. സസ്പെൻഷനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് റൈഡിംഗ് റേഞ്ചിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ സാഗ് സെറ്റ് ചെയ്യുന്നത്. സസ്പെൻഷൻ കറക്റ്റ് വർക്കിംഗ് റേഞ്ചിലല്ല എങ്കിൽ ബോട്ടം ഔട്ട് ആവാനും ട്രാക്ഷൻ ലൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഒരു ഫുള്ളി എക്സ്റ്റൻഡ് സസ്പെൻഷനിലെ സ്പ്രിങ് എത്രമാത്രം കംപ്രസ് ആയിട്ടിരിക്കുന്നു എന്നുള്ള ഒരു മെഷറാണ് പ്രീലോഡ്. പ്രീലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് കംപ്രസ് ചെയ്യാൻ കൂടുതൽ വെയിറ്റ് വേണ്ടി വരും. എക്സ്പ്രസ് 200ന്റെ ബാക്കിലെ മോണോഷോക്ക് മാത്രം അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്നുള്ളൂ, അതും പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ്. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പേര് സി സ്പാനർ എന്നാണ്. ഇത് എക്സ്പ്രസിന്റെ ടൂൾ കിറ്റിൽ വരുന്നതാണ്. ഈ ഒരു സി സ്പാനർ ഈ ഹാൻഡിൽ ഇട്ടുമാണ് ഉപയോഗിക്കാൻ. ഈ സി സ്പാനർ ഈ ഒരു സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ടേൺ ചെയ്യുമ്പോഴാണ് പ്രീലോഡ് ഇൻക്രീസും ഡിക്രീസും ആവുന്നത്. സി സ്പാനർ ഇൻസേർട്ട് ചെയ്യുന്ന ഈ സ്ലോട്ടും ഈ ഒരു നോച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോഴാണ് പ്രീലോഡ് ഇൻക്രീസ് ആവുന്നത്. ഈ താഴത്തെ നോച്ചിന് 10 ലോക്കുകളാണുള്ളത്. അതാണ് 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് എന്ന് പറയുന്നത്. ഈ നോച്ച് 10 സ്ലോട്ടുകളിൽ ഡിഫോൾട്ടായിട്ട് 5ാമത്തെ സ്ലോട്ടാണ് കാണാറുള്ളത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബാക്ക് വീലിലെ ആക്സിലിൽ നിന്ന് ഗ്രാബ് റെയിലിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏകദേശം വെർട്ടിക്കലായിരിക്കണം. രണ്ട് ടൈപ്പ് സാഗുണ്ട് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. അതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൈഡർ സാഗിലാണ്. ഇത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് 2 മെഷർമെന്റ് എടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെയാണ് സസ്പെൻഷൻ ഫുള്ളി എക്സ്റ്റൻഡ് ആയിട്ടുള്ള മെഷർമെന്റ്. ഇതെടുക്കാനായിട്ട് നമ്മൾ വീല് എയറിൽ വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അതായത് വീല് ഗ്രൗണ്ടിൽ നിന്ന് പൊക്കി വെച്ചിട്ട് വേണം എടുക്കാൻ. ഇതിനായിട്ട് സെൻറ്റർ സ്റ്റാൻഡ് ഉള്ള ബൈക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇല്ലാത്തതാണെങ്കിൽ അത് സൈഡ് സ്റ്റാൻഡ് മാത്രം ഉള്ളതാണെങ്കിൽ വേറെ ആളുടെ സഹായത്തോടു കൂടി സൈഡ് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മൾ ആദ്യത്തെ മെഷർമെന്റ് ആയ സസ്പെൻഷൻ ഫുള്ളി എക്സ്റ്റൻഡ് ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കുകയാണ്. അതിനായിട്ട് ബാക്ക് വീലിലെ ആക്സിലിൽ നിന്നും നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അളക്കേണ്ടത്. വീൽ എയറിലായിരിക്കണം. 570 mm ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ മെഷർമെന്റ് ലോഡഡ് മെഷർമെന്റ് ആണ്. ഇതിനായിട്ട് റൈഡർ വിത്ത് ഫുൾ ഗിയർ, പില്ലൻ, ലഗേജ് ഇങ്ങനെ നമ്മൾ ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റുകളെല്ലാം വേണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റൈഡറുടെ 2 കാലും ഫുട് പെഗിൽ തന്നെയായിരിക്കണം ഇത് മെഷർ ചെയ്യുമ്പോൾ വേണ്ടത്. നമ്മൾ രണ്ടാമത്തെ മെഷർമെന്റ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ റൈഡർ വിത്ത് ഗിയർ ആണ് അളക്കുന്നത്. റൈഡറുടെ 2 കാലും ഫുട് പെഗിൽ തന്നെ ആയിരിക്കണം. $510 ആണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ മെഷർമെന്റ് സസ്പെൻഷൻ ഫുള്ളി എക്സ്ട്രാ ആയിട്ടുള്ള മെഷർമെന്റ്. അതിന് നമ്മൾ M1 നിർത്തും. അത് 570 mm ആണ്. രണ്ടാമത്തേത് വെയിറ്റ് ഉള്ള മെഷർമെന്റ്, അത് M2 ആയിട്ട് എടുത്തു. അതിന് 510 mm ആണ്. ഇതിന് ഡിഫറൻസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ സാഗ്, അതായത് 60 mm. ADV ബൈക്കുകളുടെ ബാക്കിലെ ഷോക്കിന്റെ റൈഡർ സാഗ് വേണ്ടത് സസ്പെൻഷൻ ട്രാവലിന്റെ 30%. എക്സ്പൾസിന്റെ ബാക്കിലെ സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 170 mm ആണ്. ഇതിന്റെ 30% എന്ന് പറയുന്നത് 51 mm ആണ്. നമുക്കിപ്പോൾ കിട്ടിയ സാഗ് എന്നുള്ള 60 mm ആണ്. അത് 51 mm എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രീലോഡ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. നേരെ മറിച്ച് സാഗ് കൂട്ടാനാണെങ്കിൽ നമുക്ക് പ്രീലോഡ് ഡിക്രീസ് ചെയ്യേണ്ടി വരും. എക്സ്പൾസിന്റെ പ്രീലോഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂവിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സി സ്പാനർ ഉപയോഗിച്ച് പ്രീലോഡ് ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് വീൽ എയറിൽ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ 2 സ്ലോട്ട് പ്രീലോഡ് ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടി ഫുള്ളി ലോഡ് മെഷർമെന്റ് നോക്കാം.
518 പുതിയ വാല്യൂ. നമ്മുടെ ലേറ്റസ്റ്റ് ഫിഗറായ ലോഡ് ഫിഗറിനെ നമ്മൾ M3 എടുത്തു. അത് 518 mm ആണ്. ഇതിനെ നമ്മൾ ആദ്യത്തെ മെഷർമെന്റ് ആയ M1 നിന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് 52 mm കിട്ടി. ഇത് നമ്മുടെ ടാർഗറ്റ് ഫിഗറായ 51 അടുത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ മെഷറുകളൊക്കെ നിങ്ങളൊരു ഫൈനൽ ഫിഗർ ആയിട്ട് കാണേണ്ടതില്ല. ജസ്റ്റ് ഒരു റെഫറൻസ് പോയിന്റ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ റൈഡിംഗ് കണ്ടീഷൻസിനും പ്രിഫറൻസിനും എക്സ്പീരിയൻസിനും അനുസരിച്ച് ഈ ഫിഗറിൽ മാറ്റം വരുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.